ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഈസി ആയിട്ട് വരക്കാൻ പറ്റിയ ഒരു സ്ട്രോബെറീൻ്റെ വീഡിയോസാണ്, ഡ്രോയിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിന് പറ്റിയൊരു സ്റ്റോറി പറഞ്ഞാലോ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോസിന് പിയറിൻ്റെ ഒരു വീഡിയോസിന് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല റെസ്പോണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് പറ്റിയൊരു കഥ പറഞ്ഞാലോ. ഈ കഥ ഒരു അമൻ എന്നൊരു ചെറുപ്പക്കാരൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ വരുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ അമൻ എന്നൊരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. വളരെ പാവപ്പെട്ട ഒരു പയ്യനായിരുന്നു. അവൻ്റെ സാമ്പത്തിക സ്ഥിതിയായാലും വീട്ടിലത്തെ സ്ഥിതിയായാലും വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. പക്ഷെ അവന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവനക്കൊരു വലിയൊരു ഷെഫ് ആവണം, ഒരു ഹോം ബേക്കർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെയെങ്കിലും ജോബിന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവനെ അറിയുന്നവരൊക്കെ അവനെ ഒരുപാട് പരിഹസിച്ചു, കളിയാക്കി. കാരണം നിൻ്റെ ഈ ഡ്രസ്സിങ്ങും നിൻ്റെ ഈ ആറ്റിറ്റ്യൂഡും നിൻ്റെ ഈ ചുറ്റുപാടും വെച്ച് നിനക്ക് അവിടെ ജോബ് കിട്ടില്ല. ഒരുപാട് ആൾക്കാർ അവനെ നിരാശപ്പെടുത്തി. പക്ഷേ അവൻ നിരാശപ്പെടാതെ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി. അവൻ ചെറിയ ചെറിയ ജോബുകൾ എടുത്തു, നന്നായി പരിശ്രമിച്ചു, പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ രാത്രികാലങ്ങളിൽ അവന് ഒരുപാട് പരിശീലിക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ കൊണ്ട് അവൻ്റെ കഴിവിനെ പരിശ്രമിച്ച് എടുക്കാൻ തുടങ്ങി. കാരണം അവനക്കറിയാം, വലിയൊരു സ്വപ്നത്തിലേക്ക് പടി കയറണമെങ്കിൽ ഇന്ന് ഞാൻ അത്രയും ത്യാഗം സഹിച്ച് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കണമെന്ന് അവന് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ചുറ്റിലുള്ളവർ നിനക്ക് വലിയൊരു ഓഫർ കിട്ടാനോ നിനക്ക് സ്വന്തമായിട്ടൊരു ബേക്കറി തുടങ്ങാനോ ബേക്കിംഗ് സിസ്റ്റം തുടങ്ങാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ചുറ്റുമുള്ളവർ ഒരുപാട് തളർത്തി. പക്ഷെ അവൻ അവരോട് തർക്കിക്കാൻ പോയില്ല. അവൻ്റെ കഴിവിനെ വിശ്വസിച്ച് ഡേ ബൈ ഡേ പരിശ്രമത്തിനൊടുവിൽ അവനക്ക് നഗരത്തിലൊരു വലിയൊരു ബേക്കറിയിൽ ജോബ് കിട്ടി. പലതരം കേക്കുകളിൽ വർണ്ണങ്ങളായി നിറഞ്ഞൊരു ബേക്കറി ആയിരുന്നു. പക്ഷേ അവന് അവിടെ ഒരു പ്രസൻറ്റേഷൻ ചെയ്തതെന്ന് വെച്ചാൽ, ചെറിയൊരു പഴുത്ത സ്ട്രോബെറി മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് മുക്കിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്തു. പക്ഷേ സഹപ്രവർത്തകരൊക്കെ അവനെ കളിയാക്കി ചിരിച്ചു. പക്ഷേ അവന് ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയൊരു തുടക്കം ഉണ്ടാവല്. അന്ന് ആ ബേക്കറിയിലേക്ക് ഒരു ഫുഡ് വ്ളോഗർ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്ട്രോബെറി ഭയങ്കര കൗതുകമായിട്ട് അദ്ദേഹം അത് വാങ്ങിക്കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അത് ലോകത്തിന് മുമ്പിൽ തൻ്റെ സോഷ്യൽ മീഡിയ വഴി അത് പരിചയപ്പെടുത്തി കൊടുത്തു. പിറ്റേന്ന് ആ ബേക്കറിയിൽ നീണ്ടൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഈ സ്ട്രോബെറി വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ലോകത്തിൽ ഈ ചോക്ലേറ്റ് ഡിപ്പ് സ്ട്രോബെറി പുറത്തേക്ക് വന്നത്. അപ്പോൾ അവന് കുറച്ച് കാലത്തിന് ശേഷം സ്വന്തമായിട്ട് ബ്രാൻഡായി. നല്ലൊരു പൊസിഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ ആ ടൈം അവൻ പറയുന്ന മറുപടിയായിരുന്നു ലോകത്തിന് മുമ്പ് ഒരു ചർച്ചയായിട്ട് മാറിയത്. അവൻ അതിന് മറുപടി കൊടുത്തു: ഈ സ്ട്രോബെറി പോലെ നമ്മളും സാധാരണക്കാരായിരിക്കാം, പക്ഷെ നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പരിശ്രമവും കഴിവുമാണ്. മറ്റുള്ളവർ ചെറുതായി കാണുന്ന കാര്യങ്ങളെപ്പോലും നമ്മൾ ഹൃദയം വെച്ച് പ്രവർത്തിച്ചാൽ പിന്നീട് ലോകം അതിനെ ശ്രദ്ധിക്കപ്പെടും. ഇതായിരുന്നു അവൻ്റെ മറുപടി. അപ്പോൾ ഈ ഒരു കഥയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ തുടക്കം മതി നാളെ നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു കഥയായിട്ട് പിന്നീട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.